ബി.ജെ.പിക്ക് സാമാന്യം നല്ല സ്വാധീനമുള്ള വാർഡായതുകൊണ്ടാണല്ലോ ഈ കാപ്പ കേസിലെ പ്രതി അവിടെ നിന്നും വിജയിച്ചു വരാൻ കാരണമായത്. ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും നിങ്ങൾക്ക് വിജയിക്കാലോ. എന്റെ പൊന്നിടാവേ, ഈ സുഗതൻ വിഷയം ഇതുവരെയായിട്ട് തീർന്നില്ലേടേ. എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കാണണം. വല്ലാത്ത കഷ്ടം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും സുഗതനെ പുറത്താക്കിയിട്ട് ആ സുഗതന്റെ വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ സുഗതൻ അത്രയ്ക്ക് വലിയ ആളാണ് എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നത്. അതായത് അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ആ വാർഡിൽ സുഗതൻ വിജയിച്ച് കയറിയതെന്ന് പറയുന്നത്. അപ്പോൾ ആ വാർഡിൽ ഇനിയിപ്പോൾ സുഗതനെ പുറത്താക്കിയിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ ബി.ജെ.പിക്ക് തന്നെ ജയിക്കാൻ പറ്റുമല്ലോ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ബി.ജെ.പിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു ഇതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഈ പറയുന്നതിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നുള്ള തരത്തിൽ പറയുന്നത്? അറിയാൻ പറ്റിയിട്ട് വയ്ക്കുക. സത്യസന്ധമായിട്ട് പറയാമല്ലോ, സുഗതന്റെ വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അത് ഏറ്റവും വലിയ തോതിൽ നാണംകെട്ട തോൽവി വഴങ്ങേണ്ടി വരുന്നത് ഇടതുപക്ഷമായിരിക്കും എന്നുള്ള കാര്യം പച്ചയ്ക്ക് തുറന്നു പറയേണ്ടി വരും. കാരണം അമ്മാതിരിയുള്ള ഒരു വമ്പൻ തോൽവിയായിരിക്കും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക. അത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ബി.ജെ.പിക്ക് അത്രത്തോളം ഒരു ഇതായിട്ടുള്ള ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞല്ലോ. അല്ല, ഒരു വാർഡായി മാറിക്കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ ആ വാർഡിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ പറ്റുമല്ലോ. പിന്നെ എന്തിനാണ് കടകംപള്ളി സുരേന്ദ്ര സഖാവേ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങൾ ഇത്ര ഇതോളം അങ്ങ് ഘോരെ അങ്ങ് നിന്നതെന്ന് പറയുന്നത്? അറിയാൻ പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണോ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? എന്നിട്ട് നാണം കെട്ട് അങ്ങ് എന്താ പറയുക, എല്ലാ രീതിയിലും അങ്ങ് തോറ്റ് തുന്നമ്പാടണമെന്നാണോ? സത്യം പറഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന കണക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നല്ലതെന്ന് പറയുന്നത്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി അവിടെ വച്ചിട്ട് ഇനി ആ ഒരു തോൽവി കൂടി നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആകെ ചളമായി കുളമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പും വേണ്ട, ഒന്നും വേണ്ട. കാര്യങ്ങൾ ഇതുപോലെ അങ്ങോട്ട് പോട്ടെന്നേ. ഇനിയിപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വെച്ച് അവിടെ ഇനി ബി.ജെ.പി വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇനിയിപ്പോൾ ഇടതുപക്ഷം വീണ്ടും ഒരുമാതിരി നാണം കെട്ട തോൽവി. ഓൾറെഡി ആ വാർഡിൽ നിങ്ങൾ നാണം കെട്ട തോൽവിയാണ് വഴങ്ങിയെന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് കയ്യിലുണ്ടായിരുന്ന വാർഡായിരുന്നു. ആ വാർഡ് സുഗതൻ എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്നിട്ട് നിങ്ങൾ എത്രാം സ്ഥാനത്തായിരുന്നു അവിടെ? നിങ്ങൾ 3-ാം സ്ഥാനത്താകണ്ടല്ലായിരുന്ന കൂപ്പ് കുത്തിയതെന്ന് പറയുന്നത്. കയ്യിലുണ്ടായിരുന്ന വാർഡ് ജയിച്ച വാർഡിൽ നിങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ, ആ ഒരു വാർഡിലത്തെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇനിയും അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണോ സീറ്റ് നില അതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല. അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല. സുഗതൻ തന്നെ അവിടുത്തെ മെമ്പറായിട്ട് തുടരുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഇപ്പോഴും ഓരോന്ന് ചിന്തിച്ചിങ്ങനെ മനക്കോട്ട കെട്ടിയാണ് ഇടതുപക്ഷത്തിൻ്റെ നടത്തമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, വേറെ ഏതോ സ്വർഗ്ഗലോകത്താകണ്ടാണെന്ന് പറയേണ്ടി വരുവഴി. അതുപോലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. കഷ്ടം തന്നെ. എന്തായാലും ബി.ജെ.പി ഭരണം വന്നതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിനും എല്ലാ രീതിയിലും കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയെന്നാണ് തോന്നുന്നത് ഇങ്ങനെയാണെങ്കിൽ.